PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 13-ാം തീയതി നടക്കാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി GKയിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള CSEB എക്സാം ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ആനന്ദമഠം. നമുക്കറിയാം വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. സർവവിദ്യാധിരാജ അല്ലെങ്കിൽ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടതും ചട്ടമ്പിസ്വാമികളാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി കേരള സിംഹം എന്ന നോവൽ എഴുതിയത് സർദാർ KM പണിക്കറാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം? ഉത്തരം മൗലിക കടമകൾ. നമുക്കറിയാം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ ഇല്ലായിരുന്നു. പിന്നീട് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കൂട്ടിച്ചേർത്തതാണ്. 11 മൗലിക കടമകളുണ്ട്. മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. ആർട്ടിക്കിൾ 51A മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന നഗരം? ഉത്തരം എറണാകുളം. എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്താണ് മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു പക്ഷിസങ്കേതമാണ് മംഗളവനം. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല? ഉത്തരം കണ്ണൂർ. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ളതും ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയുമാണ് കണ്ണൂർ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം നെഹ്റു. ഇന്ത്യയും ചൈനയുമായിട്ടാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ ഇല്ലായും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും തമ്മിലാണ് 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഉത്തരം ഫസൽ അലി. ഈ ഒരു കമ്മീഷനിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു മലയാളിയാണ് KM പണിക്കർ. ഫസൽ അലി, HN ഖുസ്രു, KM പണിക്കർ 3 പേരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. അധ്യക്ഷനായിരുന്നത് ഫസൽ അലി. ഒരേ ഒരു മലയാളിയായിരുന്നു KM പണിക്കർ. ലോക ജലദിനം മാർച്ച് 22. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ചമ്പാരൻ സത്യാഗ്രഹം. 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്ര എന്ന പേരിലായിരുന്നു ആന്ധ്രാപ്രദേശ് രൂപം കൊണ്ടത്. ആന്ധ്രാപ്രദേശായി മാറിയത് 1956 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. രണ്ടാമത്തേത് അഷ്ടമുടി കായലാണ്.
ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ശാസ്താംകോട്ട കായലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനസ്ഥലം ചെമ്പഴന്തി. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം സത്ലജ്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് മഹാനദിയിലാണ്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം ശരാവതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ഇത് ശരാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനം കർണാടക. ഇന്ത്യൻ നാവികസേനാ ദിനം. ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4. ഇന്ത്യൻ ആർമി ഡേ എന്ന് പറയുന്നത് ജനുവരി 15. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം. ദേശീയ കായിക ദിനം ആരുടെ ജന്മദിനമാണ്? ദേശീയ കായിക ദിനം ആരുടെ ജന്മദിനമാണ്? ഉത്തരം ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 29. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടത് ധ്യാൻ ചന്ദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇത് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ. സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട. ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട ഈ 4 മെട്രോപൊളിറ്റൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ശ്രദ്ധിക്കണം, കേരളത്തിലെ ആദ്യത്തെ നിയമസഭ എന്നാണ് ചോദ്യമെങ്കിൽ 1957 ഏപ്രിൽ 1. ഇന്ദിര ആവാസ് യോജന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ദിര ആവാസ് യോജന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഗവർണർക്കും തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള വർണ്ണം. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള വർണ്ണം. ഉത്തരം ചുവപ്പ്. തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനാണ്. പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് ചുവപ്പ്, നീല, പച്ച. ഈ ലാസ്റ്റ് കഴിഞ്ഞ ജൂനിയർ ക്ലർക്കിൻ്റെ ചോദ്യമായിരുന്നു പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ്, നീല, പച്ച. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്, നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ്, വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ്.
ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഫോർമിക് ആസിഡ്. നാഷണൽ യൂത്ത് ഡേ അല്ലെങ്കിൽ ദേശീയ യുവജന ദിനം. നാഷണൽ യൂത്ത് ഡേ, ദേശീയ യുവജന ദിനം. ഉത്തരം ജനുവരി 12. വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ജനുവരി 12. ഇതാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പർ. വൃക്കകളെക്കുറിച്ചുള്ള പഠനം. വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. നിശാന്തതയ്ക്ക് കാരണമാകുന്നത് ഏത് ജീവകത്തിൻ്റെ കുറവാണ്? നിശാന്തതയ്ക്ക് കാരണമാകുന്നത് ഏത് ജീവകത്തിൻ്റെ കുറവാണ്? ഉത്തരം ജീവകം എ. ജീവകം എയുടെ കുറവ് മൂലമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. നമുക്കറിയാം കണ്ണിന് കാഴ്ചയ്ക്ക് വേണ്ട വൈറ്റമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കുമളി പഞ്ചായത്ത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. കേരള ഗാന്ധി ആരാണ്? K കേളപ്പൻ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ്. ഏത് സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷനായത് എന്ന് ചോദിച്ചാൽ അമരാവതി സമ്മേളനം. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാലയാണ് ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14-ലാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. നവംബർ 26 ദേശീയ നിയമദിനം. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ജനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ദിനം. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ഏറ്റവും പഴക്കമുള്ള ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. ലിഖിത ഭരണഘടന ഇല്ലാത്ത 2 രാജ്യങ്ങളാണ് ഇസ്രായേലും ബ്രിട്ടനും. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഉത്തരം O ഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പാണ്. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് കാൾ ലാൻഡ് സ്റ്റെയ്നർ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻ്റായ വ്യക്തിയാണ്. വൈസ് പ്രസിഡന്റ് ആകാതെ പ്രസിഡൻ്റായ വ്യക്തിയാണ്.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ കേരള കാളിദാസൻ എന്നാണ് വിളിക്കുന്നത്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മ. കേരള പാണിനിയം രചിച്ചത് AR രാജരാജവർമ്മയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരള പാണിനി എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കാൻല തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിൽ. ഇന്ത്യയിൽ 13 മേജർ തുറമുഖങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാട്. ജനുവരി 13 നടക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി GKയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു സെറ്റ് ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്